ഹായ് ഗൈസ്, പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു സിനിമ. ഒരു പെൺകുട്ടിയെ ബീഫ് തീറ്റിക്കുന്നത്, അതും മുസ്ലിം പെൺകുട്ടികൾ ക്രൂരമായി പിടിച്ച് ബീഫ് തീറ്റിക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു സിനിമയാണ് കേരള ടൂ സ്റ്റോറി. ഇവിടെ ബീഫ് പറഞ്ഞ സാധനം കിട്ടാതിരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയെ ബീഫ് തീറ്റിക്കുന്നത്. लेकिन बीफ नहीं खाऊंगी। ഇത് ഒരിക്കലും ഇവിടെ നടക്കാത്തൊരു സംഭവം. ഇതല്ല ഞങ്ങളുടെ കേരളം. ഇവിടെ കേരളമേ ഇങ്ങനെയല്ല. കേരളത്തെ ഇത്രയധികം അപമാനിച്ചുകൊണ്ടൊരു സിനിമ, വളരെ വൃത്തികെട്ട ഒരു സിനിമ എന്ന് തന്നെ പറയാം. കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബീഫും പൊറോട്ടയും. അത് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തന്നെയാണ്. അതൊരാളും മറ്റൊരാളെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ചേട്ടാ 4 പൊറോട്ട 2 ബീഫ് ഫ്രൈ പിന്നെ ചില്ലും. ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഒരു 10-12 മണിയോടെ നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞത് പുട്ടും ബീഫ് റോസ്റ്റും ആണ്. അങ്ങനെ നമ്മുടെ ഐറ്റം നമ്മുടെ മുമ്പിലേക്ക് എത്തി, പുട്ടും ബീഫ് റോസ്റ്റും. ഇത്തരത്തിൽ വൃത്തികെട്ട സിനിമകൾ കേരളത്തിൽ തന്നെ ഇല്ല. അത് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു സിനിമ ചിത്രീകരിക്കുന്നത്. കേരള നഹിയെ കേരളത്തിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എങ്കിൽ പേരിന് പോലും പറയാൻ ഒരു സംഭവം പോലും നടക്കാത്ത ഒരു സംഭവത്തെയാണ് അവർ ചൂണ്ടിക്കാണുന്നത്. ഇത്രയധികം വൃത്തികെട്ട ഒരു സിനിമ കേരള ടൂ സ്റ്റോറി എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. കേരളം വരാത്തവരാണ് ഇങ്ങനത്തെ സിനിമകൾ നിർമ്മിക്കുന്നത്. കേരളം എന്തെന്ന് അറിയാത്ത ആളുകളാണ് ഇത്തരം വൃത്തികെട്ട സിനിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളം ഇങ്ങനെയല്ല. ഒരു കേരളത്തിൽ ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല. മതേതരത്തോടുകൂടി കഴിയുന്ന കേരളത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു പടച്ചിറക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. കേരളത്തിൽ നടക്കാത്തൊരു സംഭവത്തെയാണ് അവർ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. ഇതാണ് കേരള സ്റ്റോറി. ഇതിന്റെ ഫുഡ് മുഴുവൻ ഒരുക്കുന്നത് ഇവിടെ ജാതി മത വ്യത്യാസമില്ലാത്ത ചെറുപ്പക്കാർ. അടുത്ത തലമുറ അവർ ഞങ്ങൾ സുലൈമാനും മത്തായും കൃഷ്ണൻകുട്ടിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് മലയാളിയുടെ സൗന്ദര്യം, കേരളത്തിന്റെ അഭിമാനം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി.